RMP എന്നൊരു പാർട്ടി ഉണ്ടായി. MV രാഘവൻ്റെ 3-4 രക്തസാക്ഷികളാണ് അവർക്ക് കൊടുക്കേണ്ടി വന്നത്. രാഘവൻ തന്നെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായിട്ടാണ് വരുന്നത്. പിന്നെ അദ്ദേഹം മന്ത്രിയൊക്കെ ആയി, അത് വേറെ കാര്യം, UDFിൽ പോയി. എങ്കിലും ഒരു വല്ലാത്ത രക്തസാക്ഷിയായിട്ടാണ് പുള്ളി മരിക്കുന്നത്. അത് CMP ഉണ്ടാക്കി. RMP നമ്മുടെ KK രമയുടെയാണ്. CMP ആണ് MV രാഘവൻ്റെ. RMP ഉണ്ടാക്കിയതിൻ്റെ ഫലമായി TP ചന്ദ്രശേഖരന് തൻ്റെ ശരീരം 51 പ്രാവശ്യം വെട്ടാൻ, മലക്കറി വെട്ടം പോലെ വെട്ടാൻ കൊടുക്കേണ്ടി വന്നു. ഒരു കുഞ്ഞുകൃഷ്ണൻ, ഈ കുഞ്ഞുകൃഷ്ണൻ നമ്മുടെ പയ്യന്നൂരിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട്. അദ്ദേഹം പുസ്തകമൊക്കെ എഴുതി. അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് വില പറഞ്ഞിട്ടുണ്ട്. പയ്യന്നൂർ കുഞ്ഞുകൃഷ്ണനെ സഹായിച്ച VS അനിൽകുമാറിൻ്റെ തലയ്ക്കും വില പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ താലിബാനാണല്ലോ ഇവിടെ. തലയ്ക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, മാനവികത, ജനാധിപത്യം, ജനാധിപത്യ സമൂഹം, ജനാധിപത്യ ബോധം, സ്വാതന്ത്ര്യം, സോഷ്യലിസം, ജനാധിപത്യം, വൈരുദ്ധ്യാത്മ ഭൗതികവാദം എല്ലാം ചെണ്ടയടിച്ച് മുട്ടി പ്രാർത്ഥിക്കും. പക്ഷേ കാര്യത്തിൽ നമ്മുടെ പാർട്ടിക്ക് ഇഷ്ടപ്പെടാതെ വന്നാൽ, പാർട്ടിയിൽ നിന്ന് പുറത്തായാൽ കൈയും കാലും തല്ലി ഓടിക്കും. ഇത് ഒരു ഫാഷനാണ്. ഇപ്പോൾ അത് അടുത്ത് കൈയും കാലും തല്ലി ഓടിക്കാൻ പോകുന്നത് PK ശശിയുടെയാണ്. പാലക്കാട് PK ശശി CPMൽ നിന്ന് രാജിവെച്ചു. അദ്ദേഹം KTDC ചെയർമാനായിരുന്നു. സ്റ്റേറ്റ് കാറും നല്ല സൗകര്യങ്ങൾക്കുള്ളതാണ്. അവിടെ നിന്നും രാജിവെച്ചു. പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു നിൽക്കുന്നു. എനിക്ക് മനസ്സിലാവാത്തത് RMPയോ CMPയോ ഏതെങ്കിലും ഒരുപാട് പാർട്ടികളുണ്ടല്ലോ, CPI അടക്കമുള്ള, CPM ഒഴിച്ചാൽ RSP അടക്കമുള്ള ഒരുപാട് പാർട്ടികളുണ്ട്. എന്നിട്ട് വീണ്ടും PK ശശി ഒരു പാർട്ടി ഉണ്ടാക്കാനാണ് മുതിരുന്നത്. പാലക്കാട് കേന്ദ്രീകരിച്ച് ഒരു വിമത പാർട്ടി, വീണ്ടും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ ഒരു പാർട്ടി കൂടെ വരുന്നു. സ്വതന്ത്രനായി മത്സരിക്കാനാണ് PK ശശി തീരുമാനിച്ചിരിക്കുന്നത് UDFിൻ്റെ. അങ്ങനെയാണെങ്കിൽ ഒരു അഫിലിയേറ്റഡ് കക്ഷി കൂടി, ഇപ്പോൾ CK ജാനുവും അതുപോലെ തന്നെ PV അൻവറും ചേർന്നതുപോലെ ഒരു അസോസിയേറ്റ് മെമ്പറായി, അസോസിയേറ്റ് പാർട്ടിയായി നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ PK ശശിയുടെ പാർട്ടിയും ചേരുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും പാലക്കാട് അതിശക്തമായ ചതുഷ്കോണ മത്സരത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. ത്രികോണമായിരുന്നു. ഇപ്പോൾ നാലാമതൊരാളൂടെ വരുമ്പോൾ ചതുഷ്കോണ മത്സരത്തിലേക്കാണ് നോക്കുന്നത്. ഇനിയല്ല, ഇദ്ദേഹം UDFിൻ്റെ സ്വതന്ത്രനാണെങ്കിൽ, UDF, LDF, BJP അല്ല, അതെ, അങ്ങനെ കാണുകയുള്ളൂ. അല്ല, പക്കാ സ്വതന്ത്രനായിട്ട് നിൽക്കുകയാണെങ്കിൽ 4 പേർ സ്ഥാനാർത്ഥിത്വം കാണും. കോൺഗ്രസിനും കൂടെ സ്ഥാനാർത്ഥിത്വം ഉണ്ടായിരിക്കും. അതറിയില്ല. UDFിൻ്റെ ഭാഗമാകുമെന്നാണ് കേൾക്കുന്നത്. ഇത് നടന വിസ്മയമെന്ന് പറഞ്ഞ പോലെ ഇതാണോ ഇനി അടുത്ത VD സതീശൻ പൊട്ടിക്കാൻ വെച്ചിരിക്കുന്ന ബോംബും പിന്നെ വിസ്മയവും എന്നുള്ള കാര്യവും അറിയത്തില്ല. എന്തായാലും വളരെ താമസിയാതെ തന്നെ PK ശശി UDF ക്യാമ്പിലെത്തും. പല ആളുകളും ഇതിനോടകം തന്നെ UDF ക്യാമ്പിൽ ശക്തമായി എത്തിക്കഴിഞ്ഞു. സുരേഷ്, പത്മകുമാർ, അതുപോലെ തന്നെ പ്രേംകുമാർ, ചേർത്തല ജയൻ, ഇങ്ങനെ പല ആളുകൾ. പിന്നെ ഹസ്കർ പോയത് RSPയിലാണ്. എന്തായാലും UDFിലേക്കാണ്. റെജി ലൂക്കോസ് BJP പോയി. അങ്ങനെ CPMലും LDFിലുള്ള ഓരോരുത്തരായി അപ്പുറത്ത് തീവ്ര വലതുപക്ഷ പാർട്ടികളിലേക്കൊക്കെ ചേക്കേറുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോഴും നമ്മൾ ക്യാപ്സൂളുകളും ഇറക്കി ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ ഇനിയും അധികാരത്തിൽ വരും എന്ന് മാത്രം പറഞ്ഞ് ഇങ്ങനെ ഒരു പിന്നെ ചർവണം പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവിക്കാൻ നമുക്കറിയത്തില്ല. എന്തായാലും PK ശശി പാലക്കാട് തലവേദന സൃഷ്ടിക്കുമോ?